അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യറുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും വളരെ ക്ഷമയോടുകൂടി തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്ന എല്ലാവർക്കും ജോലി ലഭിക്കാവുന്ന രീതിയിൽ വേക്കൻസികൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേരള ബാങ്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉള്ള എല്ലാവർക്കും ജോലി കിട്ടാവുന്ന രീതിയിലുള്ള വേക്കൻസികൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും അവരുടെ റാങ്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അപ്പോൾ റൊട്ടേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ നിങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലവില് നമുക്ക് 207 ഒഴിവുകളാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. സൊസൈറ്റി കാറ്റഗറി 207, ജനറൽ കാറ്റഗറി 207, അങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കൂടാതെ ഈ മെയ് 30-ന് റിട്ടയർമെന്റ് വഴിയും പ്രൊമോഷൻ വഴിയൊക്കെ ആയിട്ട് കുറച്ച് ഒഴിവുകൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ആശ്വസിക്കാവുന്ന രീതിയിൽ കുറെ ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും ഒഴിവുകൾ കൂടി നമുക്ക് PSCയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ 500ഓളം ഒഴിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ 207 ഉണ്ട്. കൂടാതെ ഇനി ഇപ്പോൾ മെയ് 30-ഓടുകൂടി ഉണ്ടായിട്ടുള്ള ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 350-400ഓളം ഓരോ കാറ്റഗറി, ജനറൽ കാറ്റഗറിയിൽ, സൊസൈറ്റി കാറ്റഗറിയിലൊക്കെ അത്രയധികം ഒഴിവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. കൃത്യമായ ഉറപ്പ് നമുക്ക് പറയാൻ കഴിയും എത്രയുണ്ട് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ധാരണയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയ എല്ലാവരും തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ പല ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരെ കൃത്യമായിട്ട് അറിയാൻ വയ്യ, ഓരോരുത്തർക്കും ഏത് ജില്ലയിലുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ നിങ്ങളും മുൻകൈ എടുത്ത് രൂപീകരിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജില്ലയിലുള്ള ഓരോ ജില്ലയിലും ഉള്ളവർക്ക് അവരവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയിലെത്തി അവരുടെ ആ പ്രവർത്തനങ്ങളെ വ്യക്തമായ രീതിയിൽ ശക്തമായ രീതിയിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു മൊത്തം കേരളത്തിൽ മൊത്തം എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളുണ്ട് കേരള ബാങ്കിന്, അല്ലേ? അപ്പോൾ എല്ലാ ബ്രാഞ്ചുകളിലും വേക്കൻസികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ധാരാളം വേക്കൻസികൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം വഴി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ ഓരോ ജില്ലയിലുമുള്ള ആൾക്കാർ അവരവരുടെ ജില്ലയിലുള്ള കേരള ബാങ്കുകളിൽ പോയി കൃത്യമായിട്ട് ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രവർത്തനം, അതായത് വ്യക്തവും ശക്തവുമായിട്ടുള്ള പ്രവർത്തനം, അതായത് സത്യസന്ധമായ പ്രവർത്തനം, വെറുതെ ഇരുന്ന് അതിന്റെ ഫോൺ വിളിച്ച് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് ബാങ്കുകളിൽ പോയി കൃത്യമായിട്ട് വേക്കൻസികൾ എത്രയുണ്ട്, ഡെയിലി വേസിന് എത്ര പേര് ഇരിപ്പുണ്ട്, എത്ര പേര് സ്ഥിരം എംപ്ലോയീസ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഡെയിലി വേസിനുള്ള ആൾക്കാരെ എല്ലാം തന്നെ മാറ്റി അവർ ആ ഒഴിവുകളാക്കി അതെല്ലാം PSCയിലേക്ക് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ട നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം.
അതിനു വേണ്ടിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് RTI. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ജില്ലയിൽ ആൾക്കാരില്ല, ഉദ്യോഗാർത്ഥികളില്ല എങ്കിൽ നിങ്ങൾക്ക് RTI വഴി ആ ജില്ലയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയും നിങ്ങൾക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് NJD ഡിലീഷൻ. ഇപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല ലിസ്റ്റുകളിലൊക്കെ ഉള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ഇപ്പോൾ കേരള ബാങ്ക് മാത്രമല്ല, മറ്റു പരീക്ഷകൾ എഴുതി ലിസ്റ്റിൽ വന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട് പലരും. കേരള ബാങ്ക് ആണോ നല്ലത്, അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വകുപ്പുകളെ കുറിച്ചൊക്കെ പല ലിസ്റ്റുകളിലുള്ള ആൾക്കാരുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ധാരാളം മറ്റു ലിസ്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ കേരള ബാങ്കിന്റെ ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെയൊക്കെ തന്നെ കൃത്യമായിട്ട് ഡിലീഷൻ കൊടുത്താൽ അതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അഡ്വൈസ് ആക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കാലതാമസം നമുക്ക് ഇല്ലാതാക്കാം. അത്രയധികം വേക്കൻസികൾ പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്വൈസുകൾ വളരെ എളുപ്പത്തിൽ മുമ്പോട്ട് നീക്കാനും സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. കേരള ബാങ്ക് രൂപീകൃതമായതിനു ശേഷം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒഴിവുകൾ ആയതിനാൽ തന്നെ ധാരാളം ഒഴിവുകൾ ഉണ്ട് എന്നാണ് പല പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒഴിവുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത്രയധികം ഒഴിവുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ മെയിൻ ലിസ്റ്റ് ആയിക്കോട്ടെ, സപ്ലിമെന്റ് ലിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും ജോലി എന്ന ലിസ്റ്റിൽ വരണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാപകലില്ലാതെ പഠിച്ച് അധ്വാനിച്ചാണ് നമ്മൾ ലിസ്റ്റിൽ വരുന്നത്. ആ ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ, ലിസ്റ്റിൽ വന്ന് വെറുതെ ലിസ്റ്റിൽ നിന്ന് പോവുക എന്നൊരു കാഴ്ചപ്പാടായിരിക്കരുത് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യം മുൻനിർത്തിയുള്ള ജോലി എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ഉറച്ച തീരുമാനത്തോടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.